എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ ഇനി വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ചയാണുള്ളത്. അപ്പോൾ തിങ്കളാഴ്ച മൂന്നാം ഭാഷയായിട്ടുള്ള ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ് എക്സാമിനേഷനാണ് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളെക്കൊണ്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് A+ ഒക്കെ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജസ്റ്റ് പാസ് ആവാനായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5 മാർക്കാണ്. അപ്പോൾ ആ ഒരു 5 മാർക്ക് മാത്രം വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾ പഠിക്കാതിരിക്കുക. നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളൊരു 35 മാർക്ക് അല്ലെങ്കിൽ ഒരു 30 മാർക്ക് മിനിമം നിങ്ങളൊരു 30 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ജസ്റ്റ് പാസ്സായതുകൊണ്ട് നിങ്ങൾക്ക് +1 പ്രവേശന സമയത്തൊക്കെ അഡ്മിഷനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു 20, 25, 30 ആ ഒരു റേഞ്ചിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ജസ്റ്റ് പാസിന് വേണ്ടിയുള്ള 5 മാർക്ക് എന്നുള്ള ആ ഒരു മാർക്ക് വാങ്ങിക്കാതെ നിങ്ങളൊരു 20, 25, 30 ഈ ഒരു റേഞ്ചിൽ മിനിമം നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗ്രേഡും ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് കൂടുതൽ സന്തോഷവുമായിരിക്കും. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് പാസ് ആവുന്നതിനായി നല്ലത് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതാണ്. ജസ്റ്റ് പാസിന് നിങ്ങൾക്ക് 5 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് CE കൂടി ടോട്ടൽ 15 D+ ഗ്രേഡാണ് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് പാസ് ആവുക എന്നുള്ളതിൽ ഉപരി നിങ്ങൾ കൂടുതൽ മാർക്ക്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20 മുതൽ 30 ആ ഒരു റേഞ്ചിനുള്ളിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളിൽ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്ന സംശയങ്ങളാണ് SSLCയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പരാജയപ്പെട്ടാൽ, അതായത് തോറ്റു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമോ എന്നുള്ളത്. അതായത് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം ചില ക്വസ്റ്റ്യൻസ് 1, 2, 3 ഈ രീതിയിൽ 6 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ 6 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ആ ഒരു 6 ക്വസ്റ്റ്യൻസിൽ 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ ഫുൾ ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സും നൽകും, അതായത് ആൻസേഴ്സും എഴുതും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ആൻസേഴ്സ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതായത് ഉദാഹരണത്തിന് രണ്ടാമത്തെ ആൻസർ തെറ്റാണ് നിങ്ങൾ എഴുതിയിരുന്നത് എന്ന് പിന്നീട് നിങ്ങൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സാധാരണ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചില ടീച്ചേഴ്സ് വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 4 ആൻസർ, അതായത് 4 ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിൽ 4 ആദ്യത്തെ 4 ആദ്യം എഴുതിയിട്ടുള്ള 4 ചെക്ക് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ 1, 2, 3, 4 ഈ ഒരു രീതി 4 കറക്റ്റായിട്ട് എഴുതി. ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ 5ാമത്തേത് ആദ്യം എഴുതിയിട്ടുണ്ടാവും, 1ാമത്തേത് 2ാമത്തേത് എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ നമ്പർ ഇട്ട് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ പല ടീച്ചേഴ്സും ആദ്യം എഴുതിയത്, അതായത് നിങ്ങൾ ആ ഒരു ആൻസർ ഷീറ്റിൽ ആദ്യം എഴുതിയത് ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണെന്നുള്ളത് നോക്കും. ഇങ്ങനെ ആദ്യം എഴുതിയതിൽ ആദ്യത്തെ 4 ആൻസേഴ്സ് എടുക്കും. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് തെറ്റ് അതിനനുസരിച്ച് മാർക്ക് ഇട്ട് നൽകും. ചില ടീച്ചേഴ്സ് നിങ്ങൾ എഴുതിയതിൽ തെറ്റുണ്ടെങ്കിൽ ആ ഒരു ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ടീച്ചേഴ്സ് മാർക്ക് നൽകും. അതായത് നിങ്ങളിപ്പോൾ 6 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും 2 തെറ്റിപ്പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അടുത്ത ആ ഒരു 2 പരിഗണിച്ച് അതിൽ കറക്റ്റാണ് ആൻസർ എഴുതിയത് കറക്റ്റാണെങ്കിൽ അതിന് ടീച്ചേഴ്സ് മാർക്ക് നൽകും. ചില ടീച്ചേഴ്സ് ആണെങ്കിൽ ആദ്യം എഴുതിയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ്, ആ ഒരു 4 ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മാത്രം ചെക്ക് ചെയ്ത് അതിൽ കറക്റ്റ് ആണെങ്കിൽ അതിന്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശരിയല്ലാതെ തെറ്റും, അതുപോലെ കറക്റ്റായുള്ളതിന് ആ ഒരു ആയതിനനുസരിച്ചുള്ള മാർക്കും നൽകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ആ ഒരു പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിനെ അനുസരിച്ചിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യന് ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം SSLC പരീക്ഷ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ് അത് ലിബറൽ വാല്യുവേഷനാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അതായത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് നൽകാൻ സാധിക്കുമോ അത്രത്തോളം മാർക്ക് ടീച്ചേഴ്സ് നൽകാറാണ് പതിവ്. അതായത് കറക്റ്റായിട്ട് അതിൽ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മാർക്ക് നൽകാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് മാർക്കൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാർക്കൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷയെക്കുറിച്ച്. അതായത് 10ാം ക്ലാസ്സിൽ ഏതെങ്കിലും വിഷയം തോൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത്. നിങ്ങൾ ഏതെങ്കിലും വിഷയം തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്നതിന് ശേഷം ഏകദേശം 2 ദിവസത്തിനുള്ളിൽ പരീക്ഷയുടെ, അതായത് 10ാം ക്ലാസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു എഴുതാൻ സാധിക്കാതിരുന്ന എല്ലാ വിഷയങ്ങളും പരീക്ഷ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണോ പരാജയപ്പെട്ടിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റ് പരാജയപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്കും ആ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ SSLC പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്, രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് അപേക്ഷാ ഫോം സ്കൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ ഫോം പൂരിപ്പിച്ച് അപേക്ഷാ ഫീസും നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ടിൻ്റെ ഒരു പകർപ്പും, അതായത് റിസൾട്ടിൻ്റെ ഒരു കോപ്പിയും എടുത്തിട്ട് ആ സ്കൂളിൽ അപേക്ഷ നൽകുക. അതിനുശേഷം നിശ്ചിത ദിവസത്തിനകം, അതായത് ഏകദേശം ജൂൺ മാസത്തിന് തന്നെ ആ ഒരു പരീക്ഷ നടക്കും. അപ്പോൾ ആ ഒരു പരീക്ഷ നിങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സാധിക്കും. കാരണം SSLC പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ
+1 പ്രവേശനത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. SSLC തോറ്റിട്ടുണ്ടെങ്കിൽ +1 പ്രവേശനത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് SSLC പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ +1 പ്രവേശനം ലഭിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കുക. അതിനുശേഷം +1 പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി ഘട്ടത്തിലാണ് പിന്നീട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ സമയത്ത് അപ്ലൈ ചെയ്ത് +1 പ്രവേശനം നേടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് 2 മാർക്കൊക്കെ അല്ലെങ്കിൽ 1 മാർക്കൊക്കെ കുറവാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് A+ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് A+ ലഭിക്കാനായിട്ട് ഒരു 2 മാർക്കിൻ്റെ കുറവുണ്ട്. അതായത് 40 മാർക്കിൽ നിങ്ങൾക്കറിയാം A+ ലഭിക്കാനായിട്ട് 35 മാർക്ക് വാങ്ങിക്കണം. ഇതിനോടൊപ്പം 10 മാർക്ക് CE കൂടുമ്പോൾ 45 മാർക്ക് A+ ആണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ CE കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ 36 മാർക്ക് വാങ്ങിക്കേണ്ടി വരും A+ കിട്ടാനായിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു 35ന് പകരം നിങ്ങൾക്ക് കിട്ടിയത് 34 അല്ലെങ്കിൽ 33 ആണെന്ന് കരുതുക. അപ്പോൾ ഇത് A ഗ്രേഡിൻ്റെ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ് ഈ ഒരു രീതിയിൽ മാർക്ക് വരികയാണെങ്കിൽ ടീച്ചേഴ്സ് വീണ്ടും നിങ്ങളുടെ പേപ്പേഴ്സിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ആൻസേഴ്സിന് ഒരു 1/4 മാർക്ക് അല്ലെങ്കിൽ 1/2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് തരാൻ പറ്റുമോ എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ തരാൻ പറ്റും എങ്കിൽ അത് ടീച്ചേഴ്സ് A+ ആക്കിയിട്ട്, അതായത് A+ കിട്ടാനായിട്ട് 35 മാർക്കാണ് വേണ്ടത്. അപ്പോൾ 35 ആയതുകൊണ്ട് ആ ഒരു 35 മാർക്ക് അല്ലെങ്കിൽ 36 മാർക്ക് എവിടെയെങ്കിലും തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് തന്ന ശേഷം അതിനെ A+ലേക്ക് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ നിങ്ങളുടെ ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ A+ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് A+ലേക്ക് മാറ്റപ്പെടുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ വാല്യുവേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും. അതായത് നിങ്ങൾക്ക് CE മാർക്ക് എത്രയുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് A+ ആക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ നോക്കും. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യപ്പെടുക. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് A+ ലഭിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് A+ ആക്കിയിട്ട് മാറ്റും. അതുപോലെ പരാജയപ്പെടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് അതിനോടൊപ്പം ആഡ് ചെയ്ത് അത് ജയിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ജയിക്കുമോ അല്ലെങ്കിൽ മാർക്ക് കുറയുമോ, A+ 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് നഷ്ടപ്പെടുമോ എന്നുള്ളത് ആലോചിച്ച് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ CE മാർക്ക് എല്ലാ വിഷയത്തിനും ഉണ്ടാകുമെന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. എല്ലാ വിഷയങ്ങൾക്കും CE മാർക്കുണ്ട്. അതായത് നിങ്ങളുടെ 10 വിഷയങ്ങൾക്കും CE മാർക്ക് ഉള്ളതാണ്. അതായത് ഈ ഒരു മാർക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് പാഠമെടുക്കുന്ന ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ടീച്ചേഴ്സ്, അതായത് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു A4 ഷീറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു CE മാർക്കൊക്കെ ചേർത്തിട്ടുള്ളതിൽ നിങ്ങൾക്ക് സിഗ്നേച്ചർ ഇടാനായിട്ട്, അത് നിങ്ങളുടെ ഒപ്പ് ഇടാനായിട്ട് ഒരു പേപ്പർ തന്നിട്ടുണ്ടാകും. അതിൽ നിങ്ങളുടെ CE മാർക്ക് പല വിദ്യാർത്ഥികളും നോക്കിയിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് CE കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. കാരണം CE മാർക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും 10 മാർക്ക് ഉള്ളതിൽ 10 മാർക്കും 20ൽ 20 നൽകാനാണ് സാധാരണഗതിയിൽ എല്ലാ ടീച്ചേഴ്സും തയ്യാറാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫുൾ CE തന്നെ ലഭിക്കുന്നതാണ്. കാരണം നിങ്ങൾ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും, അതായത് നോട്ട്സ് എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റിൽ ചെയ്യേണ്ടതിൽ ആ ഒരു ടെസ്റ്റ് എഴുതേണ്ടതിൽ എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ അസൈൻമെൻറ്റ്, അതുപോലെ പ്രൊജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ പരീക്ഷയ്ക്കും അതായത് ജയിക്കാറുണ്ട് അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കാറുണ്ട്. അതുപോലെ ക്ലാസ്സിൽ അച്ചടക്കത്തോടെ ഇരിക്കാറുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു CE മാർക്ക് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും CE മാർക്ക് ഫുള്ളായിട്ടാണ് സാധാരണ SSLC വിദ്യാർത്ഥികൾക്ക്, അതായത് 10ാം ക്ലാസ്സിൽ നൽകാറുള്ളത്. മാർക്ക് അധികം കുറക്കാറില്ല. നിങ്ങൾ തീരെ പഠിക്കാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ മാത്രമാണ് ജസ്റ്റ് 1 മാർക്ക് ഒക്കെ കുറക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ SSLC പാസ്സാവും. അപ്പോൾ വിദ്യാർത്ഥികൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, ഇനി വരുന്ന പരീക്ഷയിൽ നിങ്ങൾ ജസ്റ്റ് ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പോവാതെ നിങ്ങളൊരു 30 മുതൽ അല്ലെങ്കിൽ 20 മാർക്ക് മുതൽ 30 മാർക്ക് വരെയുള്ള ആ ഒരു റേഞ്ചിൽ, അതായത് 20, 21 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് പിന്നീട് ഗ്രേഡ് വരുന്ന സമയത്ത് ജസ്റ്റ് പാസ്സാണെങ്കിൽ D+ ഗ്രേഡാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് D+ ഗ്രേഡാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കാണുക. വേണമെങ്കിൽ ജസ്റ്റ് മിനിമം നിങ്ങൾക്ക് D+ ഗ്രേഡ് മിനിമം നേടണം. അപ്പോൾ ഈ ഒരു D+ ഗ്രേഡിൽ കൂടുതൽ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ജസ്റ്റ് ഒരു D+ നേടുക എന്നുള്ളതിൽ ഉപരി CO അല്ലെങ്കിൽ C+ ഒക്കെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾ ജയിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടുമെന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് തിങ്കളാഴ്ച നടക്കുന്ന ഹിന്ദി പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മികച്ചൊരു, അതായത് ഒരു C+ എങ്കിലും മിനിമം നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാനായിട്ട് ഒരു ദിവസം കൂടിയുണ്ട്. അതുപോലെ ജനറൽ നോളജ് ആണെങ്കിൽ ജനറൽ നോളജ് പഠിക്കാനായിട്ട് ഒരു ദിവസം കൂടിയുണ്ട്. അപ്പോൾ അതിൽ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് മിനിമം ഒരു 5 മാർക്ക് മതി. പക്ഷേങ്കിൽ 5 മാർക്ക് നേടുക എന്നുള്ളതിൽ ഉപരി നിങ്ങൾക്കൊരു നല്ലൊരു ഗ്രേഡ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 20 മുതൽ ഒരു 30 ആ ഒരു റേഞ്ചിനുള്ളിൽ മിനിമം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.